നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡിനെ തുടർന്ന് പ്രവാസികൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് സൗകര്യമൊരുക്കുന്നതിനൊപ്പം മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം മോദി UAE. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് 2 ലക്ഷം പേരെ UAEയിൽ എത്തിക്കാനാണ് പദ്ധതിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഗാലിസ് അബ്ദുള്ള ബെൽഹുൽ പറഞ്ഞു. കുടുംബങ്ങളെ തിരിച്ചെത്തിക്കുക എന്നതാണ് അടുത്ത ഘട്ടത്തിലെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ ഭാഗമായി റെസിഡന്റ് വിസക്കാർക്ക് UAEയിലേക്ക് മടങ്ങിയെത്താൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഇതുവരെ 31,000 പേർ തിരിച്ചെത്തി. അടുത്ത ദിവസങ്ങളായി കൂടുതൽ പേർക്ക് അനുമതി നൽകും. ജൂൺ 1 മുതലാണ് രജിസ്ട്രേഷൻ തുടങ്ങിയത്. എന്നാൽ കൂടുതൽ പേർ അപേക്ഷിക്കാൻ ശ്രമിച്ചതോടെ വെബ്സൈറ്റ് വഴി പലർക്കും അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. തടസ്സങ്ങളെല്ലാം നീക്കി അപേക്ഷിക്കാനുള്ള അവസരം വീണ്ടും ഒരുക്കിയിട്ടുണ്ട്. മടങ്ങിയെത്തുന്നവർക്ക് കോവിഡ് പരിശോധന നിർബന്ധമാണ്. 14 ദിവസം ഇവർ ക്വാറന്റീനിൽ കഴിയണം. ഇതിനു വരുന്ന ചിലവ് യാത്രക്കാരൻ വഹിക്കണം. കോവിഡ് പ്രതിരോധത്തിനായി UAE തയ്യാറാക്കിയ ആപ്പ് നിർബന്ധമായും ഡൗൺലോഡ് ചെയ്യുകയും വിവരങ്ങൾ സമർപ്പിക്കുകയും ചെയ്യണമെന്നും അധികൃതർ ട്വിറ്ററിൽ വ്യക്തമാക്കി. അതേസമയം തടസ്സങ്ങൾ നീങ്ങി ഇന്ത്യക്കാർക്ക് തിരിച്ചു വരാമെന്ന് കോൺസുൽ ജനറൽ ദുബെ പറഞ്ഞു. UAEയിലേക്ക് തിരിച്ചു വരാൻ ഇന്ത്യക്കാർക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങിയതായി UAEയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ വിപുൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ എമിഗ്രേഷൻ വിഭാഗത്തിനും എയർലൈൻസുകൾക്കും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വിസകൾക്കും ഡിസംബർ വരെ കാലാവധിയുണ്ടെന്ന് UAE അറിയിച്ചതിനാൽ ഇക്കാര്യത്തിൽ തടസ്സമുണ്ടാവില്ല. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരുമായി സംസാരിച്ചിരുന്നു. തടസ്സമുണ്ടാകില്ലെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. റെസിഡന്റ് വിസക്കാർക്ക് തിരിച്ചുവരവിന് അപേക്ഷ നൽകാമെന്നും അദ്ദേഹം അറിയിച്ചു. 3 മാസം വിസ കാലാവധി ബാക്കിയുള്ളവർക്ക് മാത്രമേ വിദേശത്തേക്ക് മടങ്ങാൻ കഴിയൂവെന്ന് ചൂണ്ടിക്കാണിച്ച് ഇന്ത്യ സർക്കുലർ ഇറക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എമിഗ്രേഷൻ വിഭാഗവും എയർലൈൻസുകളും യാത്രക്കാർക്ക് അനുമതി നിഷേധിച്ചിരുന്നു. മാർച്ച് 1 ശേഷം കാലാവധി ഒഴിഞ്ഞ വിസയുള്ളവർക്ക് UAE ഡിസംബർ വരെ വിസ നീട്ടി നൽകിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും കൂട്ടാക്കാൻ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. ഇത് വിവാദമായതോടെയാണ് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.